ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ റീസെൻ്റ്ലി പോയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ഇടാണ്. ഇത്തവണ നമ്മൾ പോയത് കുമരകത്താണ്. അവിടെ ബാക്ക് വാട്ടർ റിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാണ് പോയത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഒരു ദിവസം ജോലിയിൽ നിന്ന് ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് പോയി റിഫ്രഷ്ഡൊക്കെ ആയിട്ടൊന്ന് വരാമെന്ന്. അപ്പോൾ അങ്ങനെ പോയൊരു ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവരിതാ ഇതുപോലെ ആരതിയൊക്കെ എടുത്ത് ഞങ്ങളെ ഉഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് അങ്ങനെ നമ്മളെ അകത്തേക്ക് വെൽക്കം ചെയ്തു. എന്നിട്ടൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ആ ലോബിയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് ഓർത്തു. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ലോബിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു നല്ല കേക്ക്സും പേസ്ട്രിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കഫേ പോലത്തെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആനിവേഴ്സറി ആയതുകൊണ്ട് കേക്കൊന്നും വരണ വഴി മേടിച്ചില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ആ ഒരു ചെറിയൊരു കേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തതാ ഈ ഒരു കേക്ക് കേട്ടോ, വൈറ്റും പിങ്കും. അപ്പോൾ നമ്മളത് രാത്രിയിലത്തേക്ക് ഒരു 12 o'clock മുറിക്കാൻ വേണ്ടിയിട്ട് അത് പറയാമെന്നിങ്ങനെ ജസ്റ്റ് പ്ലാൻ ചെയ്തു. അങ്ങനെ അവർ വന്ന് റൂമൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ആൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതും കൊടുത്തു വിട്ടു ഒരു വിത്തിൻ 20 minutes. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ അടുത്ത് റിസപ്ഷൻ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ ആനിവേഴ്സറി ആണെന്നൊക്കെ. ആൻഡ് അപ്പോൾ അതിങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചായ കുടിക്കാൻ പോകാറുണ്ട്. അപ്പോഴാണ് ആ വഴിയിൽ ഇതുപോലെ ഓർക്കിഡ്സ് നട്ടേക്കുന്നത് കണ്ടത്. അപ്പോൾ ഓർത്തുനിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്ന സമയത്ത് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്തൊക്കെ വെറൈറ്റീസ് ആണുള്ളത്, എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കണേന്നൊക്കെ. അങ്ങനെ ഇവിടെ എവിടെയോ ചായ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് വിട്ടത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചായ കൊടുക്കുന്ന സ്ഥലം അന്വേഷിച്ച് അടക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. ആ ലെഫ്റ്റ് സൈഡ് കണ്ടോ, അവിടെ ഒരു ചായക്കടയുടെയൊക്കെ പോലെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചായ, സ്നാക്സ് അതെല്ലാം അവൈലബിൾ ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവർ അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എടുത്തത് ഇലയട, പിന്നെ ഉഴുന്നോടയല്ല പരിപ്പോട, പിന്നെ ആ ഒരു കുക്കിയും കൂടെ എടുത്തു. ആക്ച്വലി ഈ വൈബ് ഏറ്റവും അടിപൊളിയാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ അവർ പ്ലേ ചെയ്തേക്കുന്ന പാട്ടുകളാണ്. 80s 90s നല്ല അടിപൊളി പാട്ടുകൾ. ആ ചായക്കടയുടെയൊക്കെ ഒരു വൈബിലിരുന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനിവിടെ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് പ്ലേ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ കായലിൻ്റെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നതുകൊണ്ട് ആ എന്താ പറയുക, ഓഡിയോ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്ലേ ചെയ്യാത്തത്. പക്ഷേ ആ ഒരു പാട്ടും ഈ കായൽ കാറ്റും നല്ല അടിപൊളി ചായയും പരിപ്പോടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ ചെയ്തിട്ട് അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ആ ആരോ എങ്ങനെ കറക്റ്റ് പിടിക്കേണ്ടതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു 5 മണിക്ക് ബോട്ടിംഗ് ഉണ്ട്, അപ്പം അത് കോംപ്ലിമെൻ്ററി ആട്ടോ, നമ്മുടെ പാക്കേജിലുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ബോട്ടിന് അങ്ങോട്ട് നിന്നോ, ബോട്ട് ഇപ്പം തന്നെ എടുക്കുമെന്ന് പറഞ്ഞു. ബോട്ട് ഇപ്പം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തത് ഇപ്പം തന്നെ ഞങ്ങൾ എടുക്കുമെന്ന്. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് കുറേ നേരമായി നിൽക്കണേ. ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, കുറേ നേരം അവിടെ തെറ്റിമാറി നിന്നു. അവരൊന്നും നമ്മൾ മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവരെന്താണോ ബോട്ട് എടുക്കാത്ത, ഇനി ബോട്ടിങ് ഇല്ലേ. അപ്പം നോക്കിയപ്പോൾ അവിടെ വേറെ കുറേ പേര് ഇരിപ്പുണ്ട്, അവരാരും മൈൻഡ് ചെയ്യില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ഇങ്ങനെ വന്നു എന്നുള്ള പോലെ കാണിച്ചു. കണ്ടോ, ഞങ്ങൾ അത് കേൾക്കേണ്ട താമസം ഓടി ബോട്ടിൽ കയറുവാണ്. ഞാനാണ് ആ ബോട്ടിൽ ആദ്യമായിട്ട് കയറണേ. വലതുകാല് വെച്ച് അങ്ങനെ കയറി. കാലി ബോട്ടാണ്. ഞങ്ങൾ കയറിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി അവിടെ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നവരെല്ലാവരും കയറി. അങ്ങനെ ഞാൻ ആ ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു നല്ല അടിപൊളി ഫീലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇതെനിക്ക് എപ്പോൾ കണ്ടാലും എന്താണെന്നറിയോ, ടൈറ്റാനിക് ഓർമ്മ വരും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാം. അങ്ങനെ ബോട്ടിങ്ങിന് വെയിറ്റ് ചെയ്ത് നിന്ന് എല്ലാവരും ബോട്ടിൽ കയറി. അങ്ങനെ ബോട്ട് ഓടിക്കണ ചേട്ടൻ വളയം പിടിച്ചു. അങ്ങനെ കരയുന്നു. ഞങ്ങൾ പയ്യെ അകന്നകന്ന് ബോട്ട് ഞങ്ങളുടെ സ്റ്റാർട്ടായി. അടിപൊളിയായിരുന്നു, നല്ല കായൽ കാറ്റും. പക്ഷേ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. 5 മണിയാണെങ്കിലും ആ വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടല്ലോ, ഭയങ്കര സൂര്യപ്രകാശമായിരുന്നു ബോട്ടിനകത്തോട്ട് പോകുന്ന വഴിക്ക്. അതുപോലെ കുറേ കിളികളെ കാണാം. ഈ കുമരകം ആയതുകൊണ്ട് അവിടെ ബേർഡ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പ്രത്യേകം നോട്ടീസ് ചെയ്തത്, നിറച്ചും നമുക്ക് കിളികളെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവർ നമ്മൾ ഈ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ഈ ഒരു ഏരിയ എന്നുണ്ടല്ലോ, അത് ഫുൾ റിസോർട്ട്സാണ്. അവിടെ എല്ലാം ഈ ബാക്ക് വാട്ടറിനെ ഫേസ് ചെയ്ത് ഇരിക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റിസോർട്ട്സാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ സുരി എന്ന് പറഞ്ഞ അവരുടെ റിസോർട്ട്. ഇപ്പോൾ കാണുന്ന അതാണ്. ഇത് അവരുടെ ബോട്ടാണെന്ന് തോന്നുന്നു. അവരുടെ ആ പ്രോപ്പർട്ടി കണ്ടോ, ഈ ബാക്ക് വാട്ടർ ആക്ച്വലി അവരുടെ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് അവരെടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെയും നമ്മൾ മുന്നോട്ട് പോയപ്പം ഒരുപാട് ഭംഗിയുള്ള റിസോർട്ട്സൊക്കെ വേറെയും കണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്തോ സുറി എന്ന് പറഞ്ഞ ആ റിസോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി അത് ബാക്ക് വാട്ടർ അങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടെ പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം, അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ദേ കണ്ടത് ഇതാണ്, ഇത് കപ്പേളയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ കായലും ബോട്ടും ഈ വെള്ള പെയിൻ്റ് അടിച്ച പള്ളിയാണോ കപ്പേളയാണോ എന്നറിയില്ല, എനിക്ക് മൊത്തത്തിലൊരു വിണ്ണെ താണ്ടി വരുവായ വൈബാട്ടോ ഫീൽ ചെയ്തത്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഷോർട്സ് ഉണ്ടാക്കണം എന്ന്. പിന്നെയും ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, ഇതുപോലെ കാക്കകളാണെന്ന് തോന്നുന്നു നിറച്ചിങ്ങനെ വന്നിരിക്കണ്ടായിരുന്നു, അതും ആ കായലിൻ്റെ ഒത്ത നടുക്ക്. ഞാൻ ബോട്ടിങ്ങിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഈ ബോട്ട് വരുന്ന വഴിയുണ്ടോ, ആ ഒരു റൂട്ടിൽ എനിക്ക് തോന്നുന്നു വേറെയും കുറേ ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു പള്ളി കണ്ടു, പിന്നെ നിറച്ചും കിളികൾ. ഞാൻ പറഞ്ഞില്ലേ, കിളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇതെല്ലാം ഒരു റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ വളർത്തുന്നതാട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ഇന്നേവരെ ആലപ്പുഴയിൽ ബോട്ടിങ്ങിന് പോയിട്ടില്ല കേട്ടോ. ഈ കുമരകവും ആലപ്പുഴയിലും രണ്ടിടത്തും പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ബോട്ടിങ്ങിൽ പോയിട്ടുള്ളവരോ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എന്ത് ഡിഫറൻസ് ആണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ. ഞാനായിട്ട് ആലപ്പുഴയിൽ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ലെങ്കിലും ഈ ബോട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇതും കുമരകവും കുറച്ച് സിമിലർ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഏതൊരു സ്ഥലത്തിനെയും അതിനെ യുണിക്കാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇത് രണ്ടിടത്തും പോകാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡിഫറൻസ് പറയാൻ അറിയില്ല. പക്ഷേ ആലപ്പുഴയിൽ പോയിട്ടുള്ളവർ എന്താണ് ആ സ്ഥലത്തിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ ആകാറായി. അങ്ങനെ കിളികളൊക്കെ കടയൊക്കെ പൂട്ടി തിരിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ്ങും ഏകദേശം തീരാറായ കേട്ടോ. ഈ മൊത്തത്തിൽ ഈ ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ബേസിക്കലി ഹൗസുകൾ, ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, പിന്നെ ഹരിതാപം പച്ചപ്പ്, കിളികൾ, കായൽ കാറ്റ്, സൺസെറ്റ്, ഇതൊക്കെ തരുന്നൊരു മൊത്തത്തിലുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്ക് മൊത്തത്തിൽ നല്ല റിഫ്രഷ്ഡ് ആയ പോലെ തോന്നിയായിരുന്നു. 1 മണിക്കൂറിൻ്റെ ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് സമയം പോയ പോലെ. അങ്ങനെ കരക്കെത്തി അവർ കയറൊക്കെ വലിച്ചതാ കരയിലേക്ക്. ബോട്ടിലിരിക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യണ കേൾക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഡിസ്ട്രിക്റ്റിൽ ഇത് വായിക്കുന്നവർ അവിടെ ലൈവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാനതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഓൺ ചെയ്യും. ഒരു കാര്യം എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ മ്യൂസിക്കിനെ, ഈ സൺസെറ്റും ഈ നേച്ചറൊക്കെ ആയിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരണേന്ന്. കാരണം ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കാൻ വന്ന സമയത്ത് ആ ചായ കുടിക്കുന്ന ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് ഇവിടെ പ്ലേ ചെയ്തത്. അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അത് ലെഫ്റ്റിലോട്ട് നോക്കിയപ്പം അവിടെ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി. കൗതുകമാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അതെന്താണെന്ന് കാണാൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സ്പേസാണ്. ഇവിടെ അവർക്ക് ചെറിയ ബോട്ടുകളും പിന്നെ ഇതുപോലെ വഞ്ചിയൊക്കെ കിടപ്പുണ്ട്. എനിക്കിത് ഇവരുടെ തന്നെ പ്രോപ്പർട്ടി ആണോ എന്ന് എനിക്കറിയില്ല. അത് കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ പോയ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഓർക്കിഡ്സ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഓർത്തു ഓർക്കിഡ്സിൻ്റെ കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് വെക്കാമെന്ന്. കാരണം നമുക്ക് നഴ്സറിയിലൊക്കെ പോകുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കാമല്ലോ, ഇതൊക്കെയാണ് വേണ്ടതെന്ന് റെഫറൻസ് പോലെ കാണിക്കാമല്ലോ എന്ന്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ആ ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ്. പിന്നെ നമുക്കിത് വീട്ടിലിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് കുറേ സ്ഥലം വേണ്ടി വരും. പിന്നെ നമ്മൾ പോയത് ഇതുപോലെ സൈക്കിൾസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് സൈക്കിളിൽ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അങ്ങനെ വന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിലെ ലോബിയിലെത്തിയപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇതുപോലെ ഒരു ഉരുളിയിൽ പൂക്കളൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ലോബിയിലെ ലൈറ്റ്സ് എല്ലാം ഇട്ട് മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു റൂം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ റൂമിൻ്റെ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ റൂം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ വാഷ്റൂം ആണെങ്കിൽ പോലും വളരെ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഡിന്നറിന് വേണ്ടി പോയി. നമ്മൾ റിസപ്ഷനിൽ ചോദിച്ചു. അപ്പം അവിടെ തന്നെയാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് വരണേ. അപ്പോൾ അവിടെയാണ് ഡിന്നർ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയി. ഇതാട്ടോ ആ റെസ്റ്റോറൻറ്റ്.
അപ്പോൾ പിന്നെ നമ്മൾ ചെന്നു. മെനു എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ വിചാരിച്ച് സൂപ്പ് കഴിക്കാമെന്നാണ്. പിന്നെ ഇവിടെ അപ്പം റൊട്ടി പ്ലസ് ചിക്കൻ കറിയുടെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതും ചൂസ് ചെയ്തു. ആൻഡ് സൂപ്പ് വന്നു. അടിപൊളി സൂപ്പായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ അപ്പം റൊട്ടി അത് അടിപൊളിയായിരുന്നു. പക്ഷേ ചിക്കൻ കറി ഒരു ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒരു മസാലയൊക്കെ ഭയങ്കര കുത്തായിരുന്നു. പിന്നെ നമ്മൾ ആ കായലിൻ്റെ അങ്ങോട്ട് പോയി. ഇവിടെ നല്ലൊരു അടിപൊളി വൈബാട്ടോ. ഇവിടെ മ്യൂസിക് ഇതുപോലെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ കേട്ടത് ഈ ലൈറ്റൊക്കെ ആസ്വദിച്ച് പിന്നെ പോണ വഴിക്ക് അവരത് ആ കേക്കിൻ്റെ കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 12 o'clock ആയി കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഇതുപോലെ ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നിമിഷ നേരം കൊണ്ടതാ പാത്രം കാലിയായിട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രം 7 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ ചെന്നു. അവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വേറെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ഫോറിനേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവിടെ വരുന്നവരെല്ലാം അധികം പോകുന്നത് കയാക്കിംഗ്, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടിംഗ് സർവീസസ് ഉണ്ട്, പിന്നെ ബേർഡ് വാച്ചിങ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസിന് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വരുന്ന കോംപ്ലിമെൻ്ററി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വർത്തായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം കഴിക്കാൻ ചൂസ് ചെയ്തിരുന്നത് ഇതൊക്കെയാണ്. പൂരി ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു. ഇതെന്ത് കോമ്പിനേഷൻ ഒന്നും ചോദിക്കരുത് കേട്ടോ. ബട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി ചെക്കൗട്ട് ചെയ്തു. ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടത് അവരുടെ ഹോസ്പിറ്റാലിറ്റിയും പിന്നെ എല്ലാത്തിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആട്ടോ. ഇത്തിരിയെങ്കിലും പാളിപ്പോയി എന്ന് തോന്നുന്ന ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. മേ ബി അത് ഒക്കേഷണലി സംഭവിക്കുന്നതാകാം. അപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. ഡെഫിനറ്റ്ലി യു നോ ഇറ്റ്. ബട്ട് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ്. ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ് ദിസ് പ്ലേസ്. അടുത്തത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബേർഡ് സാങ്ച്വറി ആണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഞാൻ ആ ബോട്ടിങ്ങിൻ്റെ സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഒത്തിരി കിളികളെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഒരു ബേർഡ് സാങ്ച്വറി ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ കാണാമല്ലോ എന്ന്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ. നല്ല ഭംഗിയില്ലേ, മുള വെച്ച് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ KTDC സാങ്ച്വറി ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ അവിടെ എത്തി. കുറേ കൂടി ഡീറ്റെയിൽസ് അവിടെ ആ ഫ്ലെക്സിലുണ്ട് കേട്ടോ. ഞാൻ ആ ഫ്ലെക്സ് കാണിക്കാം. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഓഫ് സീസണാണ്, കിളികളെ അങ്ങനെ അധികം കാണാൻ പറ്റില്ല. അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എപ്പോൾ ചെന്നാലും നമുക്ക് കിളികളെ കാണാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു നേരവും കാലവും ഉണ്ട്. അങ്ങനെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമ്മൾ ടിക്കറ്റ് എടുത്തു. എന്തായാലും ഓഫ് സീസൺ ആണെങ്കിലും ഒരു കിളീനെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് വേണം നമ്മൾ കിളീനെ കാണാൻ. അപ്പം ഏത് സമയത്താണ് ഉണ്ടാവില്ല എന്നൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇതാണ് ഓരോ കിളികളുടെ ഒരു മാപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലത്തെ വെയിലിനൊക്കെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് അകത്തേക്ക് നടന്നു കഴിഞ്ഞപ്പോഴായിരുന്നു നിറച്ചും മരങ്ങളായിരുന്നു ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചൂടിനൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന്. അത് കൊടും കാടാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഒറ്റയ്ക്കൊക്കെ പോകാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു സ്ഥലം കേട്ടോ. ഞാൻ ഇത്രയും നടന്നിട്ട് ഒരു കിളിയെ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ കുറേ കിളികളുടെ ശബ്ദം കേട്ടു. ഞാൻ എന്താ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോൾ ഇതാണ് കുമരകം വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്